ഇന്ത്യ രാജ്യം സ്വതന്ത്രമായിട്ട് വർഷങ്ങളായി. എന്നാൽ ഇന്നും ആ സ്വാതന്ത്ര്യം നന്നായിട്ട് അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, കേരളം പോലെയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്റ്റേറ്റിൽ ആണ് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് നമുക്കൊരുപാട് ഒരു സ്വതന്ത്രമായി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോയാലും അല്ലെങ്കിൽ ലോകത്ത് എവിടെ പോയാലും തിരിച്ച് നമുക്ക് കേരളത്തിൽ തന്നെ തിരിച്ചു വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടാകും. കാരണം അത്രയും ഒരു ഫ്രീഡം, ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം പേരാണ് കേരളത്തിലുള്ളതെന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് ഒന്ന് പോകണം. പ്രൈസ് ലോർഡ്. പല സ്റ്റേറ്റുകൾ നമ്മൾ ഈ കേരളം വിട്ട് തമിഴ്നാട്, അല്ലെങ്കിൽ കേരളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് വലിയ കുഴപ്പമില്ല, എന്നാൽ പോലും മറ്റുള്ള ഓരോ സ്റ്റേറ്റിൽ നമ്മൾ പോകുമ്പോൾ ഇന്നും ഈ ജനം ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്രയും വർഷമായെങ്കിലും അവർ പല മേഖലകളിൽ അടിമത്ത നുഖത്തിൽ കിടക്കുകയാണ്. അവർക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേതെന്ന് അവർക്ക് ഇന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവരുടെ അവകാശങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ അധികാരങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പലരും അവരുടെ ഇലക്ഷൻ വരുമ്പോൾ വോട്ടിടുന്നത് പോലും അവർ ബലാത്കാരമായിട്ട് ഗുണ്ടകൾ വന്ന് ഇങ്ങനെ അവരുടെ പാർട്ടിക്ക് വേണ്ടി കുറച്ച് ആൾക്കാർക്ക് പണം കൊടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ആ വോട്ടവകാശം പോലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇന്ത്യ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എത്ര സ്റ്റേറ്റുകളിൽ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, പ്രൈസ് ലോർഡ്, എന്തുകൊണ്ടാണ് അത് അനുഭവിക്കാത്തത്? അതിന് അറിവില്ലായ്മ മുഖാന്തരമാണ്. പ്രൈസ് ലോർഡ്. പലപ്പോഴും ജനത്തിന് പരിപൂർണമായ ഒരു ബോധ്യം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് അവർക്ക് കിട്ടിയതായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണ മൂല്യത്തോടു കൂടി അനുഭവിക്കാൻ പറ്റാതെ ഇന്നും ജാതി വ്യവസ്ഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ നടുവിൽ ഭയപ്പെട്ട് ഭീതിപ്പെട്ട് ജന്മിത്ത വ്യവസ്ഥകൾക്ക് അടിമപ്പെട്ട് പല സ്റ്റേറ്റുകളിൽ അവർ ഈ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും അനുഭവിക്കാൻ പറ്റാതെ സ്വന്തം മണ്ണിൽ സ്വതന്ത്രമായി ജോലി ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാതെ കിടക്കുന്ന വലിയൊരു കൂട്ടം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് കേരളത്തിൽ വന്ന വിവേകാനന്ദൻ അല്ലെങ്കിൽ ടിപ്പു സുൽത്താനെ പോലെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ കേരളം ഒരു ഭ്രാന്താലയമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ കേരളവും ഇതുപോലെ അടിമത്ത നുഖത്തിനകത്ത് ജാതിയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവിനും വേലിക്കെട്ടുകൾക്കകത്ത് ആർക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതെ കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയാണ് കേരളത്തിനൊരു മാറ്റം സംഭവിച്ചത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഷണറിമാർ ഇവിടെ വന്ന് അവർ തുടങ്ങിയതാണ് പള്ളിക്കൂടം എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് കേട്ട്. പള്ളിക്കൂടം എന്ന് പണ്ട് നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇന്ന് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് പള്ളിക്കൂടം എന്നാണ്. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ടാണത് പള്ളിക്കൂടം എന്ന് പറയാൻ കാരണം, ഒരു കാലഘട്ടത്തിൽ മിഷണറിമാരെല്ലാം വന്ന് കേരളത്തിൽ വന്ന് അവർ നേരിട്ട് സുവിശേഷം അറിയിക്കുന്നതിന് പകരം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ആ വിദ്യാഭ്യാസവും മാത്രമല്ല, അന്ന് നല്ല ഭക്ഷണമില്ലാത്ത കാലം ഭക്ഷണവും വിദ്യാഭ്യാസം കൊടുത്ത് പിന്നെ അതിലൂടെ തന്നെ സുവിശേഷം അറിയിക്കുന്ന മിഷണറിമാരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെയാണ് കേരളത്തിനകത്ത് വിദ്യാഭ്യാസം ആൾക്കാർ കിട്ടാൻ തുടങ്ങി. ആരും അന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാരും പള്ളിക്കൂടങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെ അയക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇന്ന് കേരളം പൂർണ്ണ സാക്ഷരത്വം ഉള്ള ഒരു സ്റ്റേറ്റായി മാറിയെങ്കിൽ അതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഈ ബൈബിള് അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എവിടെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. പൂർണ്ണമായും ആ മനുഷ്യന് അവൻ്റെ അടിമത്ത നുഖത്തിൽ നിന്നും പുറത്തു വരുവാൻ പലരും പണ്ട് കാലങ്ങളിൽ മാറിമറയ്ക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങൾ. പ്രൈസ് ലോർഡ്. സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ പറ്റാത്ത കാലഘട്ടങ്ങളായപ്പോൾ ക്രിസ്ത്യാനികളായും മുസ്ലിങ്ങളായും ഒക്കെ മതം മാറിയതിൻ്റെ പുറകിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടും, അവരെ ഈ അടിമത്ത നുഖത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് മതം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എന്തിനു വേണ്ടി? സ്വതന്ത്രമായിട്ട് നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കിട്ടുവാൻ വരെ അവർ മതം മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനേകർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി ഒരു ആനിമലിനെ പോലെ, ഒരു അടിമത്ത നുഖത്തിനകത്ത്
മൃഗങ്ങൾക്ക് തുല്യം 16 അടി ദൂരവും 36 അടി ദൂരവും ഒക്കെ മണിയങ്കിലേക്ക് വരുന്ന വലിയ ജമ്മിമാരുടെ മുമ്പിൽ മാറി ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. മൃഗങ്ങളാണോ മനുഷ്യരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇരുണ്ട യുഗത്തിനകത്ത് നിന്ന് മാനവരാശിയെ കൈപിടിച്ച് വലിയൊരു പ്രകാശത്തിലേക്ക്, ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പുറകിൽ നമ്മൾ ഇന്ന് നടക്കുന്ന ഈ കറുത്ത വേദപുസ്തകം, അല്ലെങ്കിൽ ഇന്ന് പലരും പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന, സുവിശേഷം പറയുന്ന സുവിശേഷ പ്രാസംഗികരെ പുച്ഛിക്കുന്ന, ഉപദ്രവിക്കുന്നവർ ഒന്ന് ഓർക്കണം, ഇതിൻ്റെ പുറകിൽ ഈ ബൈബിളിന്, ഈ കറുത്ത ബൈൻഡിട്ട ഈ ബൈബിളിന് ഇതിൻ്റെ പുറകിൽ ഒരു വലിയ സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ മിഷണറിമാർക്ക് ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ, തോമസ് ശ്ലീഹ എന്ന് പറയുന്ന ആ അപ്പോസ്തലനായ മനുഷ്യൻ ഇവിടെ വന്ന് ഈ സുവിശേഷം വിളമ്പുവാൻ, സുവിശേഷം ഒരു വെളിച്ചമായി ഇരുണ്ട യുഗത്തിൽ കടന്ന, അടിമത്ത നുഖത്തിൽ കടന്ന, മൃഗങ്ങളെ പോലെ ജീവിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു സ്വതന്ത്രരാക്കുന്നതിന് സാക്ഷ്യം വഹിച്ചതാണ് ഈ വേദപുസ്തകം, അല്ലെങ്കിൽ ഈ സത്യ സുവിശേഷം. ഹല്ലേലൂയ. ഈ സുവിശേഷം ഒരു സാധാരണ സംഭവമല്ല. ഇത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ഒരു നല്ല വർത്തമാനമാണ്. ഹല്ലേലൂയ. ഈ പൗലോസ് ഈ അധ്യായം, അല്ലെങ്കിൽ ഗലാത്യർക്കുടെ ലേഖനം എഴുതാൻ തന്നെ കാരണം, അന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ പഴയ നിയമത്തിനകത്ത് കടന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് കർത്താവായ യേശു ക്രിസ്തു വന്ന് ഒരു പുതിയ യുഗം, ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ നിയമം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ ജനം തയ്യാറായില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ഒരു ടൈം വരെ നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ പുസ്തകം, അതിൻ്റെ സുവിശേഷം, അതിൻ്റെ 5-ാം അധ്യായം നമ്മളെടുത്ത് വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ 38 വർഷത്തോളമായി ഒരു തളർന്നു കിടക്കുന്ന, കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായി. യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെത്സദ എന്ന എബ്രയ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവൻ ആയിരുന്നാലും നമുക്കറിയാം, ആ അധ്യായത്തിനകത്ത് ഒരു വലിയൊരു സ്വാതന്ത്ര്യം കർത്താവായ യേശു ക്രിസ്തു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. കാരണം വർഷത്തിലൊരിക്കൽ, വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ഒരു ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കുമ്പോൾ ഒരു കൂട്ടം വ്യാധിക്കാർ, പല നാനാവ്യാധിക്കാർ, അതായത് പല വിധത്തിലുള്ള വ്യാധികളുള്ള ജനങ്ങൾ ആ കുളക്കരയിൽ കിടക്കുകയാണ്. ഒരു വ്യാധി മാത്രം, ഒരു രോഗം മാത്രമല്ല, ഏത് രോഗമാണെങ്കിലും ആ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ഒരു വിടുതലുള്ളത് വല്ലപ്പോഴും ഒരിക്കൽ, ആണ്ടിലൊരിക്കൽ ഒരു ദൂതൻ ഇറങ്ങിയ കുളം കലക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു സ്വാതന്ത്ര്യം സംഭവിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ നിയമവിശ്വാസികൾക്ക് സൗഖ്യം വരെ വല്ലപ്പോഴും ഒരിക്കലാണ്, ആണ്ടിലൊരിക്കലാണ്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവർക്ക് വിടുതലില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ രോഗത്തിൽ നിന്നും, വ്യാധികളിൽ നിന്നും പരിപൂർണമായ ഡെലിവറൻസ് അവർക്കില്ല. ആ രോഗസൗഖ്യം തന്നെ വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ നടന്നൊരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം 633 യഹൂദ ന്യായ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന് വെളിയിൽ ഇറങ്ങിയിട്ട് അകത്ത് കയറുമ്പോൾ, ഇന്ന് നമ്മൾ നോക്കുക, പല വലിയ വലിയ കുടുംബങ്ങൾക്കകത്ത് ഇന്നും ആ ഒരു ആചാരമുണ്ട്. ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കും, അതെടുത്ത് കാല് കഴുകി, കൈ കഴുകി, മുഖം കഴുകിയതിന് ശേഷമേ വീട്ടിനകത്ത് കയറാൻ സാധിക്കത്തുള്ളൂ. അവർക്കൊരിക്കലും ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം, അതായത് ഒരുപാട് നിയമങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അവനവൻ്റെ ചെയ്യുന്ന പാപത്തിന് ഒത്തവണ്ണമുള്ള, വലിയ പാപം ചെയ്യുന്നവൻ വലിയ മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം കൂടിയ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് വന്നിട്ട് ഈ 38 വർഷമായി അടിമത്ത നുഖത്തിൽ രോഗിയായി കിടക്കുന്ന വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ആ കുളക്കരയിൽ എത്രയോ വർഷമായി അവർ കിടക്കുകയാണ്. കിടന്ന് ആ അടിമത്ത നുഖം, രോഗമെന്ന അടിമത്ത നുഖത്തിനകത്ത്, ആ രോഗമെന്ന ആ ശാപത്തിനകത്ത് കിടന്ന ഈ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം മനസ്സുകൊണ്ട് ആ സാഹചര്യങ്ങളോട്, ആ ജീവിത ശൈലിയോട് പൊരുത്തപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുകയാണ്. അദ്ദേഹം ഒരു യാത്ര ചെയ്തുകൊണ്ട് തിരുവല്ല ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു യാചകനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, പിച്ചക്കാരനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, ഈ ദൈവദാസൻ വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾ ഒരു ദിവസം ഭിക്ഷ യാചിച്ചാൽ എത്ര രൂപയാണ് കിട്ടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം മുഴുവനും ഭിക്ഷ യാചിച്ചാൽ എനിക്കൊരു 10-500 രൂപ കിട്ടും. ഹല്ലേലൂയ.
ഈ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ജോലിയും ചെയ്യേണ്ട, എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി, കറക്റ്റ് സമയത്തിന് ഫുഡ് ഞാൻ വാങ്ങിച്ചു തരാം, 1000 രൂപ തരാം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ, ആ പിച്ചക്കാരൻ മനുഷ്യൻ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇങ്ങനെ പിച്ച യാചിച്ച് അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരനായി തന്നെ ഈ ഒരു ജോലിയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഭിക്ഷ യാചിച്ച് യഥാർത്ഥത്തിൽ ആ വ്യക്തി നല്ല ആരോഗ്യമുള്ളവനാണ്, നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ളവനാണ്. പക്ഷേ അവൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞത് അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഇപ്പോഴവന് സാധിക്കുകയില്ല. കാരണം അതാണ് പലരുടെയും ലൈഫിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു രോഗി, ആ രോഗിയെ സംബന്ധിച്ച് ഏത് സുവിശേഷകൻ ചെന്ന് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ഒരു രോഗത്തിൽ നിന്നൊരു വിടുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ആ വ്യക്തിക്ക് അത് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കാനോ സാധിക്കില്ല. കാരണം ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവർ പറയും, ഈ രോഗത്തിൽ നിന്നും, ഈ സാഹചര്യത്തിൽ നിന്നും, ഈ ബന്ധനങ്ങളിൽ നിന്നും, ഈ ദാരിദ്ര്യത്തിൽ നിന്നും, ഈ കടഭാരത്തിൽ നിന്നും. നമ്മൾ പലപ്പോഴും പലരോട് ചോദിക്കുമ്പോൾ, ഒരിക്കലും ഒരു ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ മുന്നോട്ട് പോകണോ, അതോ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ താങ്കളെ ദൈവം അനുഗ്രഹിക്കും, താങ്കൾക്കൊരു പ്രൊമോഷൻ കിട്ടും, താങ്കൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനായിരിക്കാം താങ്കൾ, പക്ഷേ ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരുമ്പോൾ താങ്കളുടെ ഈ അവസ്ഥയിൽ നിന്നും താങ്കളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനേകരുടെ ലൈഫിൽ ഒരു അടിമത്ത മുഖം പോലെയുള്ളൊരു സംഭവമുണ്ട്. കാരണം മനസ്സുകൊണ്ട് അവർ പല രോഗങ്ങൾക്ക് അടിമയാണ്. അവരുടെ ജീവിത ശൈലികൾക്ക് മരണം വരെ ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, പ്രൈസ് ദി ലോർഡ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്ന് തീരുമാനിച്ച് ഇരിക്കുന്നവരുണ്ട്. കാരണം അത് ശീലിച്ചു പോയത് കൊണ്ട്, അങ്ങനെ ജീവിച്ചത് പോയത് കൊണ്ട്, അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ, അങ്ങനെയുള്ള ലൈഫ് ഒരു സ്റ്റൈലിൽ അവർ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. എങ്ങനെയാണ് പുറത്തു വരാൻ പറ്റാത്തത്? മനസ്സുകൊണ്ട് അവർ പുറത്തു വരാൻ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറയും, ഞാൻ ഇങ്ങനെ, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഭാഷ ഒരു കുഴപ്പമില്ല, ഞാൻ മരണം വരെ ഇത് ഞാൻ അനുഭവിച്ചോളാം, ഇതെൻ്റെ വിധിയാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ചില വിധികളുണ്ട്, ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ യോഗമാണ്, എനിക്കല്ലെങ്കിൽ യോഗമില്ല, എനിക്കൊരു വീട് വയ്ക്കാൻ യോഗമില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ യോഗമില്ല, എൻ്റെ വിവാഹം നടക്കത്തില്ല, എൻ്റെ ജീവിതം ഇനി എങ്ങനെ നടക്കും? പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ചില ആൾക്കാർ കടക്കാരാണ്, കടബാധ്യതയുള്ളവരാണ്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കടക്കാം. പക്ഷേ അവർ പറയും, ഇനി മരണം വരെ ഇങ്ങനെയാണ്, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, അല്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്കിനി ജീവിതം വേണ്ട, എനിക്ക് മരിക്കണം, എത്രയും വേഗം ഇതങ്ങ് തീർന്ന് കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവർ പറയുന്ന വാക്കുകൾ, സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ യോഗമാണ്, ഇതെൻ്റെ മരണം വരെ ഇതെന്നെ എന്നെയും കൊണ്ടേ ഇത് പോകത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ഒരിക്കലും ഈ അവസ്ഥയിൽ കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ അവിടെ 38 വർഷമായി ഒരു മനുഷ്യൻ, ആ വ്യക്തി ഒരു രോഗിയായി, ശാപം പിടിച്ചവനായി, ആ രോഗമെന്ന അടിമത്ത നുഖത്തിനകത്ത് കിടക്കുന്ന വ്യക്തി, ആ വ്യക്തിയോട് യേശു വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് ഈ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ യേശു കർത്താവ് എന്താ അത് ചോദിക്കാൻ കാരണം? എല്ലാ രോഗികളോടത്തും കർത്താവ് അങ്ങനെ ചോദിക്കാറില്ല. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ പ്രാവശ്യം ഓരോ ശുശ്രൂഷയിലും കർത്താവിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമാണ്. ആ വ്യക്തികളുടെ ഹൃദയം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനോഭാവം അനുസരിച്ചാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ലഗ്യോൻ ബാധിച്ചവനോട് ദൈവം ഒന്നും ചോദിക്കുന്നില്ല. കർത്താവിനെ കണ്ടപ്പോൾ തന്നെ അവന് സുബോധം വരികയാണ്. കാരണം സുബോധമില്ലാത്തവനാണ് അവൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സുബോധമുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ തനിക്ക് താല്പര്യമില്ല. കാരണം 38 വർഷമായി താൻ മുടന്തനായി കിടക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും ദൂതൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്നെ ആരുമില്ല എന്നെ എടുത്ത് അങ്ങോട്ടൊന്ന് ആക്കാൻ. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പലരെയും നമ്മൾ പഴിചാരാറുണ്ട്. നമ്മുടെ മനോഭാവം ശരിയല്ലാത്തതിനും, നമ്മുടെ ജീവിതം ശരിയല്ലാത്തപ്പോഴും, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ ശരിയല്ലാതിരിക്കുമ്പോഴും നമ്മൾ സാഹചര്യങ്ങളെ പഴിചാരും. പ്രൈസ്, ഇന്ന സാഹചര്യം കൊണ്ടാണ് എനിക്ക് ജീവിക്കേണ്ടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ ജോലിക്ക് പോകത്തില്ല. ഹല്ലേലൂയ. ജോലിക്ക് പോകാതിരുന്നിട്ട് അവർ എന്നെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലിയില്ല. പ്രൈസ്. എന്നാൽ ഇവർ നേരെ ഗൾഫിൽ പോകുമ്പോൾ അവർ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ജോലിയും അവർ ചെയ്യാൻ തയ്യാറല്ല.
എന്നാൽ മറ്റു ചിലർ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ട് വലിയ ജോലിയിൽ ഇരുന്നിട്ട് നാട്ടിൽ വന്നിട്ട് മീൻ കച്ചവടം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ്, എന്ത് ചെയ്താലും ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. എന്നാൽ ചിലർ ഇവിടെ കിടക്കുമ്പോൾ ഒരു നല്ല ജോലിയും ചെയ്യത്തില്ലേ, ആരും ഒന്നിനും പോകാതെ വൈറ്റ് കോളർ ജോലി മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്നിട്ട് അവർ കടം വാങ്ങിച്ച് ജീവിക്കും. ഏത് മനുഷ്യരെ കണ്ടാലും കടം ചോദിക്കും. അപ്പോൾ കടം ചോദിച്ച് ജീവിക്കുന്നവർ കടം കൊടുക്കുന്നതുകൊണ്ട് വീണ്ടും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അവർ വീട്ടുകാർ കൊടുത്തതിന് വീട്ടുകാരെ ചീത്ത വിളിക്കും. ഭാര്യ വെളിയിലിറങ്ങി ജോലി ചെയ്തിട്ട് എന്തോ പറയുന്നത്, ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പോലെയുള്ള ആ ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്ന സഹോദരിമാരിൽ നിന്നും ജോലിക്ക് പോകാതെ വീട്ടിനകത്ത് വൈകുന്നേരം വരെ ഇരുന്നിട്ട് അവരെ ഉപദ്രവിച്ച് അടിച്ച് അവർ കൊണ്ടുവരുന്ന പൈസ കൊണ്ടുപോയി മദ്യപിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, ഇതൊരു മനോഭാവമാണ്, ഇതൊരു ശീലമാണ്. അവർക്കൊരിക്കലും വിടുതൽ സംഭവിക്കത്തില്ല. കാരണം അവർ മനസ്സുകൊണ്ട് മരണം വരെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ മാറാൻ തയ്യാറല്ല, എനിക്കൊരു മാറ്റം ആവശ്യമില്ല, ഇതെൻ്റെ സ്വഭാവമാണ്, ഇതിൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഇതെൻ്റെ ഒരു വ്യക്തിത്വമാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ത്യ സ്വതന്ത്രമായി ഇന്ന് വരെ വളരെ ചുരുക്കം പേരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ. നിയമം അറിയാവുന്നവനെ ആരും ഒന്നും ചെയ്യത്തില്ല, എന്നാൽ നിയമം അറിയാത്തവനെ എല്ലാവരും കബളിപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ്. അതുപോലെയാണ് ഈ ക്രിസ്ത്യാനിയായി നമ്മൾ മാറുമ്പോഴും യേശുക്രിസ്തുവിൽ നമ്മൾ വരുമ്പോഴും ദൈവത്തിൻ്റെ വചനം ഇവിടെ ഈ 5-ാം അധ്യായത്തിനകത്ത് പൗലോസ് ഇത് എഴുതാൻ കാരണം 4-ാം അധ്യായത്തിനകത്ത് നിന്നുള്ള കണ്ടിന്യൂഷനാണ്. ഇവിടെ 5-ാം അധ്യായത്തിനകത്ത് പൗലോസ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രം. അതായത് ആ 4-ാം അധ്യായത്തിൽ പറയുന്നത് ഇനി നിങ്ങൾ 1-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങൾ ദാസന്മാരല്ല. വായിച്ചോ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് പുതിയ നിയമവിശ്വാസികളായ നമ്മെക്കുറിച്ച് ദൈവം പറയുന്നത് നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഏദൻ തോട്ടത്തിനകത്ത് വെച്ച് ദൈവം തൻ്റെ സ്വന്തം ശ്വാസത്താലും തൻ്റെ സ്വന്തം കൈകളാലും തൻ്റെ സ്വന്തം പ്രതിമ പോലെ തന്നെ അനുരൂപരായ വ്യക്തികളായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്ത് ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറച്ച് ആ ഏദൻ തോട്ടത്തിനകത്ത് പരിപൂർണ സ്വാതന്ത്ര്യവും അധികാരവും കൊടുത്തുകൊണ്ട് പുത്രന്മാരെ പോലെ പൂർണ്ണമായ പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് സകല മൃഗങ്ങൾക്കും സകല സസ്യജാലങ്ങൾക്കും സകലത്തിനും അധിപതിയാക്കി ഭൂമിയെ അടക്കി വാഴുവാൻ, സന്താന പുഷ്ടിയോടെ ഭൂമിയെ അടക്കി വാഴുവാൻ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർ, ഹല്ലേലൂയ, അവര് ഒറ്റ നിമിഷം കൊണ്ട് ദാസന്മാരായി മാറിയത് പിശാചിൻ്റെ ശബ്ദം കേട്ട് അവരെ അനുസരിച്ചപ്പോൾ പിശാചിൻ്റെ മക്കളായവർ മാറി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ മക്കളായവർ മാറി, ജഡത്തിൻ്റെ മക്കളായവർ മാറി, ശാപയോഗ്യന്മാരായവർ മാറി. അവർ വെട്ടിയിട്ട പിശാചിനെ സ്വർഗത്തിൽ നിന്നും വെട്ടിയിട്ട വീണതുപോലെ മനുഷ്യനും അവൻ്റെ ആ ഗ്ലോറി റിലത്തിനകത്ത് നിന്നും തേജസ്സിൽ നിന്നും പൂർണ്ണ അധികാരത്തിൽ നിന്നും പുത്രൻ എന്നുള്ള അധികാരത്തിൽ നിന്നും താഴെ വീഴുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ പുത്രത്വം തിരിച്ചു തരുവാൻ, ആ പുത്രത്വത്തിലേക്ക് വീണ്ടും കൈപിടിച്ചുയർത്താൻ ആണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ആ കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ ഈ ലോകത്തിലെ സകല മനുഷ്യൻ്റെയും വീഴ്ചയ്ക്ക് കാരണമായി തീർന്ന ഏദൻ തോട്ടത്തിൽ ഏകനായ ആദാം എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ഈ ലോകത്തിൽ പാപം കടന്നു കയറി. ആ ഒറ്റ മനുഷ്യനിലൂടെ പാപം കയറിയത് കൊണ്ട് സകല മനുഷ്യരും മരണത്തിന് യോഗ്യന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ചെയ്ത പാപം ഈ ലോകത്തിലുള്ള സകല മനുഷ്യനും പാപികളാക്കി. അതുമാത്രമല്ല, മരണത്തിന് കീഴ്പ്പെടുന്ന മരണമെന്ന ആ അവസ്ഥയ്ക്ക് കാരണമാക്കി മാറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഏകനായ ക്രിസ്തു മുഖാന്തരം, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ മുഖാന്തരം ജീവനിലും നിങ്ങൾ അധികമായി വാഴുവാനിടയാകും. ഹല്ലേലൂയ. ഏകനായ മനുഷ്യനായ ആദാമിലൂടെ ലോകം മുഴുവനും പാപം വന്നെങ്കിൽ അതിന് പകരമായി കർത്താവായ യേശുക്രിസ്തു ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു മുഖാന്തരം, പ്രൈസ് ദി ലോർഡ്, ഇത്രത്തോളം നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും പാപത്തെ പേടിക്കുന്നു, അല്ലെങ്കിൽ മരണത്തെ ഭയപ്പെടുന്നവരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും. മരണം ഈ ലോകത്തെ വാഴുന്നു, പാപം ഈ ലോകത്തെ വാഴുന്നു, ശാപം ഈ ലോകത്തെ വാഴുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം പറയുന്നത് യേശുക്രിസ്തുവിൽ നമ്മളാകുമ്പോൾ, യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ ഏകനായ ഈ ആദാമിലൂടെ ലോകത്തിൽ ഇത്രയും വലിയ പാപത്തിനും അല്ലെങ്കിൽ
മരണത്തിനും കാരണമായി ഈ വീഴ്ച കാരണമായി മാറിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലൂടെ നമ്മളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മക്കളാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. എവിടെ വീണോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. എത്ര ഈ ലോകത്തെ ഇന്ന് പാപം വാഴുന്നു, മരണം വാഴുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി ആയാൽ അവൻ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഈ മരണം മാറുന്നു, ശാപം മാറുന്നു. ഈ ദാസ്യത്വം എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരികയാണ്. നമുക്ക് പുതിയ സൃഷ്ടികളായി നമ്മൾ മാറുന്നു. വചനം പറയുന്നു, നിങ്ങൾ പുതിയ സൃഷ്ടികളാകുന്നു. ഇനി മേലാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ ദാസിമാരല്ല, നിങ്ങൾ പുത്രത്വം എന്ന അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ അവകാശികളായി മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ദാസന്മാരെന്നോ അല്ലെങ്കിൽ കൃമിയെന്നോ പുഴുവെന്നോ പറഞ്ഞ് ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണ്. പുത്രന്മാരായി മാറിയിരിക്കുന്നു, അധികാരമുള്ളവരായി മാറിയിരിക്കുന്നു, അവകാശികളായി മാറിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും ഒരു നിമിഷം കൊണ്ട് വലിയൊരു അവകാശ പത്രം, ഒരു പ്രമാണം തന്റെ മക്കൾക്ക് ദൈവം കൈമാറുകയാണ്. ഹല്ലേലൂയ. ആ പ്രമാണത്തിനകത്ത് എന്താണുള്ളത്? നിനക്ക് ഇനിമേലിൽ രോഗമെന്ന രോഗത്തിന് നിന്നെ അടിമയാക്കാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ നാൾ വരെ നമ്മൾ ഭയത്തിൽ ജീവിച്ചവരാണ്. രോഗമെന്ന് കേട്ടാൽ ഭയം. പ്രൈസ്. രോഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഭയം. പ്രൈസിലോ. സാഹചര്യങ്ങളെ ഭയം. പ്രൈസിലോ. മരണമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഭയം. എല്ലാ മനുഷ്യന്റെയും ഏറ്റവും വലിയ ഭയം മരണമെന്ന വാക്കാണ്. ഹല്ലേലൂയ. എത്ര വലിയ ധൈര്യവും തൻ്റെ ഇടമുള്ളവനാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, മരണം എന്ന വാക്ക് ഇപ്പോൾ നമുക്കറിയാതെ കംപ്ലീറ്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ കൊറോണ സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, മരണമെന്ന വാക്ക് ലോകത്തിലെല്ലാ മനുഷ്യനെയും ഭയപ്പെടുത്തുന്നു. ഒരു വ്യക്തിക്ക് കൊറോണ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ആ വ്യക്തി ആരും പോകത്തില്ല. ഒരു വീട്ടിനകത്ത് ആർക്കെങ്കിലും ഒരു രോഗം, കൊറോണ അല്ലെങ്കിൽ ഒരു പനി വന്നെന്ന് പറഞ്ഞാൽ, കൊറോണ എന്ന് പറയണ്ട, പിന്നെ നമ്മൾ പോകുന്ന ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും പോകത്തില്ല. കാരണം എന്താ? മരണത്തെ ഭയം, രോഗത്തെ ഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഭയത്തിൽ നിന്നാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആരോടുള്ള സ്നേഹം? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മളിപ്പോൾ പുതിയ സൃഷ്ടികളായി മാറി. ഹല്ലേലൂയ. ഭയം എന്ന വികാരം നമ്മളെ മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ സൃഷ്ടികളാണ്. നമ്മൾ കിടന്നത് ഒരു അടിമത്ത നുഖത്തിനകത്ത് കിടന്നു. എന്താണ് അടിമത്ത നുഖം? നമ്മുടെ അന്ധവിശ്വാസങ്ങൾ, അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ, ലംഘനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തെ നയിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് രാഹുകാലം നോക്കി, ഗുളികകാലം നോക്കി, ഹല്ലേലൂയ, കാലങ്ങളും അതുപോലെ തന്നെ കാലങ്ങളുടെ നിയമങ്ങളും ഇതെല്ലാം നോക്കിക്കൊണ്ട്, സമയം നോക്കിക്കൊണ്ട് ജീവിച്ചവരാണ് നമ്മൾ. ജാതകങ്ങൾ നോക്കി ജീവിച്ചവരാണ് നമ്മൾ. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി കണിയാന്മാരുടെ അടുക്കൽ പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു നമ്മൾ. ജാതകങ്ങളിൽ വിശ്വസിച്ചവരാണ്, സമയങ്ങളിൽ വിശ്വസിച്ചവരാണ്, ഗുളികകാലത്തിൽ വിശ്വസിച്ചവരാണ്, ചൊവ്വാദോഷത്തിൽ വിശ്വസിച്ചവരാണ്. അങ്ങനെ തുടങ്ങിയ ദോഷങ്ങൾ, ദശകൾ ഇതൊക്കെ നോക്കിയവരാണ്. പക്ഷെ ഒരു കാലത്ത് ഇതൊക്കെ ആയിരുന്ന നമ്മൾ അതിനടിമകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് നമ്മൾ സ്വതന്ത്രം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളെ നടത്തുന്നത് നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ല, കാലങ്ങളല്ല, സമയങ്ങളല്ല. ഹല്ലേലൂയ സ്തോത്രം. ജാതകമല്ല, നക്ഷത്രങ്ങൾ നോക്കിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തു എന്ന ആ ദാവീദിന്റെ പുത്രനായ, ദാവീദിന്റെ പേരും ശുഭ്ര നക്ഷത്രവുമായ യേശുക്രിസ്തുവിനെ നോക്കി വിശ്വസിക്കുന്നവരാണ്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിനായവൻ പിന്നെ അടിമത്ത നുഖത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എല്ലാ നക്ഷത്രങ്ങളുടെ അടിമത്തത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണം എന്ന ഭീതിയിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ കുറിച്ച് പറയുന്നത്, നീ ജീവനിൽ അധികമായി വാഴും. നീ മരണത്തിൽ വാണുകൊണ്ടിരുന്നവരാണ്, മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരുന്നവനാണ്. പക്ഷേ യേശുക്രിസ്തുവിൽ നമ്മൾ ആകുമ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് എത്രയധികമായി ജീവനിൽ വാഴുമെന്ന വചനം പറയുന്നു. നമ്മൾ ജീവനാണ്. ഇനി അങ്ങോട്ട് നിത്യതയിൽ നമ്മൾ കയറുകയാണ്. നമുക്ക് മരണമില്ല, നമുക്ക് നിത്യമായ ഒരു ജീവിതമാണ് കർത്താവ് വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പ്,
ഒരിക്കലും നിനക്ക് മരണമില്ല, അതിന് പകരം നിത്യമായൊരു ജീവൻ. ഹല്ലേലൂയ. നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാൾ വരെ നമ്മൾ ജീവിച്ചിരുന്നത്, യേശുവിനെ അറിയുന്നത് വരെ ജീവിച്ചിരുന്ന അതെല്ലാം വിശ്വാസങ്ങൾ നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു അവകാശിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സർവ്വത്തിനും യജമാനനാണ്. യജമാനനായി വിളിച്ചിരിക്കുന്നു. സർവ്വത്തിനും യജമാനനായി വിളിച്ചിരിക്കുന്നു. എല്ലാത്തിനെയും വാഴുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. മക്കൾ എന്ന അധികാരത്തിന് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇത് അറിയാതെ പലരും ജീവിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ ഒരു വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ജോലിക്കാരിയായി വേലക്കാരിയായി ഒരു വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഒരു ദിവസം ഒരു വഴിപോക്കൻ അവരുടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ വീട്ടിലൊരു ഒരു വിൽപത്രം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വിൽപത്രം നോക്കിയപ്പോൾ ഇവർ 45 ഏക്കറിൻ്റെ അവകാശിയാണ്. എത്രയോ വർഷമായി ഇതുണ്ട്. എന്നാൽ ഈ സ്ത്രീക്ക് എഴുത്തും വായന അറിയാത്തത് കൊണ്ട് ഒരു ജമ്മി ഒരിക്കലും ഒരു വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് 45 ഏക്കർ, ഇനി ഒരിക്കലും നീ ജോലി ചെയ്യണ്ട, നിനക്ക് ഞാൻ വസ്തു തരാം, 45 ഏക്കർ സ്ഥലം പ്രമാണം ചെയ്ത് ഇവർക്ക് കൊടുത്തു. പക്ഷേ ഇവർക്ക് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് ഈ പ്രമാണം കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെച്ചിട്ട് അവർ ഇന്നും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് ഭാണ്ഡങ്ങൾ അവരുടെ മുതുകത്തുണ്ട്. ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ അതവരെ കണ്ടപ്പോൾ നിർത്തി. ഈ വാഹന ഉടമ നിർത്തിയത് ഒരുപാട് ഭാരം വലിച്ചു കൊണ്ടുപോകുന്ന ഈ സ്ത്രീയെ കണ്ട് വാഹനത്തിൽ കയറാൻ പറഞ്ഞു. അവർ വാഹനത്തിൽ കയറിയിട്ടും ഈ ഭാണ്ഡം മുഴുവൻ അവരുടെ മുതുകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ആ വാഹനത്തിൽ അത് വെക്കാൻ തയ്യാറല്ല. അതുപോലെയാണ് ബൈബിളുണ്ട്, വിശ്വാസമുണ്ട്, ദൈവമക്കളാണെന്ന് നമുക്കറിയാം, വചനങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഇന്നും നമ്മൾ യഥാർത്ഥമായ അടിമത്വ നുഖത്തിൽ കിടക്കുകയല്ലേ. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് സങ്കല്പത്തിൻ്റെ കോട്ടകൾക്കകത്ത് ഇന്നും ഈ 38 വർഷമായി കിടക്കുന്ന മനുഷ്യനെ പോലെ സാഹചര്യങ്ങളെ പഴിചാരി എന്നെ എടുത്തുകൊണ്ടു പോകാൻ ആളില്ല, മനുഷ്യരെ പഴിചാരി എനിക്ക് സ്റ്റേജ് തരാൻ ആളില്ല, എനിക്ക് മൈക്ക് തരാൻ ആളില്ല, എനിക്ക് പണം തരാൻ ആളില്ല, എനിക്ക് വാടക പൈസ തരാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, എന്നെ എൻകറേജ് ചെയ്യാൻ ആളില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ കൂടെ അങ്ങനെ തുടങ്ങി 100 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരാളുണ്ട്, നിന്നെ വിളിച്ചവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പലരും പറയും എന്നെ സ്നേഹിക്കാനാണില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യനും നിന്നെ സ്നേഹിച്ചാൽ ശരിയാകത്തില്ല. എല്ലാ ബന്ധങ്ങളും നശ്വരമാണ്. അപ്പൻ, അമ്മ, സഹോദര ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങൾക്കകത്തൊരു സെൽഫിഷ് ഉണ്ട്. അവർ തിരിച്ചും ആ സ്നേഹം പ്രതീക്ഷിക്കുന്നു, തിരിച്ചും ബഹുമാനം പ്രതീക്ഷിക്കുന്നു, തിരിച്ചും അംഗീകാരം പ്രതീക്ഷിക്കുന്നു. അത് ഒരു നിമിഷം ഇല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഒറ്റ നിമിഷം കൊണ്ട്. ചില ബന്ധങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന സമയത്ത് പറയും, മരണം വരെ ഞാൻ നിന്നെ മറക്കത്തില്ല. മറക്കാൻ 5 മിനിറ്റ് മതി. 2 ദിവസം ഫോൺ ചെയ്യാതിരുന്നാൽ പിന്നെ അവർ മറക്കും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ മാനുഷിക ബന്ധങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നവർ പറയും, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, പക്ഷേ നിന്നെ സ്നേഹിക്കാനാണ് യേശു നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണെന്ന് നമ്മുടെ ജീവിതകാലത്ത് ദൈവം പഠിപ്പിക്കും. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ കൊറോണ എന്ന് പറയുന്നത്. ഒരു ഭർത്താവിന് കൊറോണ വന്നാൽ ഭാര്യ ഓടി രക്ഷപ്പെടും, ഭാര്യയ്ക്ക് കൊറോണ വന്നാൽ ഭർത്താവ് ഓടി രക്ഷപ്പെടും, മക്കൾക്ക് കൊറോണ അപ്പനും ഓടി രക്ഷപ്പെടും, എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് ഇന്ന് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഈ ലോകത്ത് ഒരേ ഒരാളെ ഉള്ള എന്നെയും നിന്നെയും സ്നേഹിക്കുവാൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സംഘടനകളിൽ ആശ്രയിക്കുന്നവരുണ്ട്. സംഘടനകൾ യേശുവിനേക്കാൾ ഉപരിയായി പാരമ്പര്യങ്ങളിൽ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. മതത്തിന് ദൈവത്തെക്കാൾ ഉപരിയായി പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. മതസ്നേഹികൾ, മത തീവ്രവാദികളുണ്ട്, മതത്തെ സ്നേഹിക്കുന്നവരുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അപ്പം മതത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു, എന്നാൽ മനുഷ്യന് 1-ാം സ്ഥാനം കൊടുക്കുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പകരം മതത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പാരമ്പര്യങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, സംഘടനകളെ സ്നേഹിക്കുന്നവരുണ്ട്, പണത്തിന് ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വില കൊടുക്കുന്നവരുണ്ട്, പദവികൾക്ക് മനുഷ്യനേക്കാൾ വില കൊടുക്കുന്നവരുണ്ട്. ആ പദവിക്കും പണത്തിനും വേണ്ടി ദൈവത്തിന് പോലും നിരക്കാത്ത ക്രൂരതകൾ ചെയ്യുന്നവരുണ്ട്. ഇന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾക്ക് സമാനതകളില്ലാത്ത അതിക്രൂരമായ അതിനുഷ്ഠൂരമായ കാര്യങ്ങൾ ഓരോ ദിവസവും. നമ്മൾ സ്വന്തം മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം മകളെ ക്രൂരമായി ഉപദ്രവിച്ച അപ്പൻ, അങ്ങനെ തുടങ്ങി അനേകം ക്രൂരതകളുടെ, നിഷ്ഠൂരതകളുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ പണത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി മകനെന്നോ മകളെന്നോ അമ്മയെന്നോ അപ്പനെന്നോ നോക്കാതെ മനുഷ്യൻ മൃഗത്തിന് സമാനമായി ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം റോമർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ ദൈവത്തിന് പകരം ഇഴജാതികളെയും ഹല്ലേലൂയ അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പലരും അന്ത്യകാലമാകുമ്പോൾ അവര് ഇതുപോലെ നിഷ്ഠൂരന്മാരായി മാറുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഇന്നും അടിമനുഖത്തിലാണ്. നമ്മൾ ഇന്നും അടിമകളെ പോലെ സത്യം അറിഞ്ഞു. പലരും ബൈബിളും കൊണ്ട് നടക്കുന്നത് കാണാം. കാറിൻ്റെ ഡാഷ്ബോർഡിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് എപ്പോഴും ബൈബിള് സൂക്ഷിക്കും. ഹല്ലേലൂയ. ബൈബിൾ വണ്ടിക്കകത്ത് സൂക്ഷിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ബൈബിള് തലയണയ്ക്ക് അടിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, അതിനകത്ത് വെക്കാനുള്ളവരല്ല. ബൈബിൾ കൊണ്ട് നടക്കുന്ന, എപ്പോഴും കൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ കൊണ്ട് നടക്കുന്നില്ലല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിനകത്ത്, ജീവിതത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ പൂർണ്ണ നിലവാരങ്ങളിൽ അനുഭവിച്ചറിയുവാൻ എപ്പോഴാണോ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് കത്തിക്കയറിയിട്ട് ഹല്ലേലൂയ ക്രിസ്തു മുഖാന്തരം ആ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ, കർമ്മമാർഗങ്ങളിലായിരുന്ന നമ്മളെ ഹല്ലേലൂയ നമ്മളെല്ലാവരും ദൈവത്തിനെ വർഷത്തിലിരിക്കുകയോ ആണ്ടിലിരിക്കുകയോ മാസത്തിലിരിക്കുകയോ ഒക്കെ നമ്മുടെ പ്രവൃത്തിയിലൂടെ പിന്നെ 5 രൂപ കൊടുത്ത് വെടി വഴിപാട് നടത്തുന്നവരും, പ്രൈസ് മെഴുകുതിരി കത്തിക്കുന്നവരും, ഉരുളാൻ പോകുന്നവരും, മല കയറാൻ പോകുന്നവരും, അങ്ങനെ തുടങ്ങി പ്രവൃത്തികളിലൂടെ നമുക്കിഷ്ടമുള്ള സമയത്ത് ഒരു സീസണിൽ നമ്മൾ ദൈവത്തെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറേ സ്തോത്രക്കാഴ്ചകളും കൊടുത്തിട്ട് വരുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇന്ന് മാറി. ഇന്ന് അതുകൊണ്ട് ആ ദൈവം പിന്നെ നമ്മളോട് പറയുന്നത്, എല്ലാ മനുഷ്യനും സകല മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവങ്ങളെ ഓരോ ബിൽഡിങ്ങുകൾക്കകത്താക്കിയിട്ട് അവിടങ്ങളിൽ മനുഷ്യർ ചെന്ന് കാണുക, തിരിച്ചു പോകുക. ഹല്ലേലൂയ. ദൈവം ഇരിക്കുന്നത് ബിൽഡിങ്ങിനകത്താണ്, ദൈവങ്ങൾ ഇരിക്കുന്നത് മലകളിലാണ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്താണെന്ന് പഠിപ്പിച്ച് മനുഷ്യനെ മതത്തിൻ്റെ ഭ്രാന്തന്മാരാക്കി മാറ്റി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എന്നാൽ വചനം പറയുന്നത് നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം. നിന്റെ അകത്താണ് ദൈവം ഇരിക്കുന്നത്. നീ സ്വയമായിട്ട് നിന്റെ അകത്തോട്ട് നോക്കുക. നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ അതേ രൂപത്തിനും ഭാവത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് പൂർണ്ണ അധികാരം ദൈവം തന്നിരിക്കുന്നു. നിനക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം, വിവേചന, കൃപ ദൈവം നിനക്ക് തന്നിരിക്കുന്നു. നീ മൃഗമല്ല, നീ മനുഷ്യന്റെ സൃഷ്ടിയായ ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് മൃഗത്തെ പോലെ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങളെക്കാളും സകല സസ്യ ജീവജാലങ്ങളെക്കാളും വ്യത്യസ്തമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ തന്നെ സ്വരൂപമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സാധാരണ വ്യക്തിയല്ല ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ആത്മാവിനാണ് ഒരു പ്രാധാന്യം ദൈവം കൊടുത്തിരിക്കുന്നത്. ആ മനുഷ്യന്റെ ആത്മാവ് മാത്രമേ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അവന് മാത്രമേ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റൂ. ആ മനുഷ്യനോടാണ് ദൈവം പറയും, എന്നെ ബിൽഡിങ്ങുകൾക്കകത്ത് ഒതുക്കരുത്, സംഘടനകൾക്കകത്ത് ഒതുക്കരുത്, മതത്തിനകത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഹൃദയത്തിനകത്ത് എങ്ങനെ വസിക്കും? നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് നീ എവിടെ ഇരുന്നാലും അവിടെ യേശു ഇറങ്ങി വരാനിടയാകും. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ പെന്തക്കോസ്ത് കോളത്തിനകത്ത് നമ്മൾ വന്നോ വർഷങ്ങൾ. ഞാൻ ഓർക്കേണ്ട, പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഒരുപാട് കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ അധ്യായം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കാൻ സാധിക്കും. ഈ പിന്നെ ആത്മീയ ലോകത്തുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത്, ഒന്നിലും തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, വാവ്, പെരുന്നാൾ, പല കാര്യങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. കർത്താവിൻ്റെ വചനം പറയുന്നത് കൃപയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അത് നിന്റെ പ്രവൃത്തി കാരണമല്ല. നിന്റെ പ്രവൃത്തി, നീ എന്തെടുക്കുന്നു, എന്ത് കഴിക്കുന്നു എന്ന് അതിലല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവൃത്തികളിൽ നീ എത്രയോ വർഷം വിചാരിച്ചിട്ട് മനുഷ്യന് ഒരു നീതിമാനായി വിശുദ്ധനായി മാറാൻ സാധിക്കാത്തപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ നീതിയെ മനുഷ്യർക്ക് കൊടുത്തു, തൻ്റെ വിശുദ്ധിയെ മനുഷ്യർക്ക് കൊടുത്തു. കാരണം അന്ന് വരെ പിതാവ് നോക്കി ഈ മനുഷ്യന് ഓരോ പ്രവൃത്തികളിലൂടെ ദൈവസന്നിധിയിലെത്തുവാൻ. പക്ഷെ എല്ലാവരും ഫെയിലായി, പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി ഒരു ജയാളിയായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ വിചാരിച്ചാൽ ഈ സകല മനുഷ്യനും അഴുക്ക് പുരണ്ട ഒരു തുണി പോലെയാണ്, കറ പുരണ്ട ഒരു തുണി പോലെ അത്രേ. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ വിശുദ്ധനല്ല, ഒരു മനുഷ്യനും നീതിമാനാകാൻ സാധിക്കയില്ല. അതുകൊണ്ട് എൻ്റെ നീതിയെ ഞാൻ നിനക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ വിശുദ്ധിയെ ഞാൻ നിനക്ക് തരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഒന്നും ചെയ്യണ്ട, എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. എന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞാൽ മതി, വിശ്വസിച്ചാൽ മതി.
അത് തന്നെയാണ് നിന്റെ പ്രവൃത്തി. അത് ആ വിശ്വാസം നീ ഏറ്റു പറയുമ്പോൾ തന്നെ നിന്നിൽ നീതി, ദൈവത്തിന്റെ നീതി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ ദൈവത്തിന്റെ വിശുദ്ധി വരികയാണ്. നീ ദൈവപുത്രനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്നും അതുകൊണ്ട് പൗലോസിന്റെ കൊലോസ്യർക്കെതിരെ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പൗലോസ് കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു കൂട്ടര് വീണ്ടും അടിമനുഖത്തിനകത്തായിട്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അവർ പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ ചിലതൊക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് അറിയാം, പണ്ട് കാലങ്ങളിൽ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് വരുന്ന ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന കാര്യമാണ് നിങ്ങൾ മീശയെടുക്കണം, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. പണ്ട് പല TV എന്ന് പറയുന്നത് ഭയങ്കര പാപമായിരുന്നു. TV വയ്ക്കുന്ന വീടുകൾ പാപികളുടെ ആയിരുന്നു. എന്നാൽ ഇന്ന് എല്ലായിടത്തും TV ഉണ്ട്. കമ്പ്യൂട്ടർ ഭയങ്കര പാപത്തിൻ്റെ ഒരു കാര്യം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ പാപികളായി കണ്ടിരുന്നു. പ്രൈസ്. വെള്ള വസ്ത്രം ധരിക്കാത്തവർ പാപികളാണ്. സ്വർണ്ണാഭരണം ധരിക്കുന്നവർ പാപികളാണ്. ലിപ്സ്റ്റിക് ഇടുന്നവർ പാപികളാണ്. ലെഗിൻസ് ഇടുന്നവർ പാപികളാണ്. ജീൻസ് ഇടുന്നവർ പാപികളാണ്. ടീഷർട്ട് ഇടുന്നവർ പാപികളായിരുന്നു. പണ്ട് കട്ടിലിൽ കിടക്കുന്നത് പാവമായിരുന്നു, തറയിലേ കിടക്കാവുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തുടങ്ങി 100 കണക്കിന് പാപത്തിന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷ എടുക്കണമെങ്കിൽ 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടേ തിരുവത്താഴം കൊടുക്കൂ. പ്രൈസ് ദി ലോർഡ്. വിൽക്കാൻ വയ്ക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നേരെ തലമുടി കുറച്ച് വെട്ടാൻ സാധിക്കുകയില്ല. സ്തോത്രം. തലമുടി എപ്പോൾ സ്കാർഫ് ഇടണം. സ്കാർഫ് ഇല്ലെങ്കിൽ പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന സംഭവം. അതല്ലെങ്കിൽ പാപമാണെന്ന് പറയുന്നവർ. ഹല്ലേലൂയ. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതൊന്നും കാണാനില്ല. ഇന്ന് അത് പറഞ്ഞ് പഠിപ്പിച്ചവരുടെ മക്കൾ, തലമുറകളൊന്നും ഇതൊന്നും ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് പാവപ്പെട്ട വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് ഭയപ്പെടുത്തി. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാലം. മൊബൈൽ ഉപയോഗിക്കുന്നത് പാപം. ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട് മൊബൈൽ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പാപമായിരുന്നു. അത് ഇന്ന് എല്ലായിടങ്ങളിലും ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഭാഷമാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫേസ്ബുക്ക് പാപമെന്ന് പഠിപ്പിച്ചവർ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. യൂട്യൂബ് പാപമെന്ന് പറഞ്ഞവർ അതിനകത്ത് നിന്ന് ഇറങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒരു കാലത്തിൽ പാപമായിരുന്നു, പക്ഷെ പിന്നെ അതെല്ലാം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് വചനം പറയുന്നത് കൊലോസ്യരുടെ ദിനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് സഭകളിൽ വരുമ്പോൾ വ്യക്തികൾ കുടുംബജീവിതം തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്നതിന് 3 ദിവസം വരെ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്ന സഭകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് പാപമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമാണ് പുരുഷനെയും സ്ത്രീയെയും ഒരുമിപ്പിച്ചത്. കുടുംബജീവിതം പ്രാർത്ഥനയ്ക്കല്ലാതെ പരസ്പര സമ്മതത്തോടുകൂടി മാറിയിരിക്കുന്ന ദൈവത്തിന് വചനം പറയുന്നു. നിങ്ങൾ ഏക ശരീരമായി അല്പസമയം മാറി ഇരുന്നുകൊണ്ടാണ് ലോകം മുഴുവനും പാപം ഉണ്ടായെന്ന വെളിപ്പാട് നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിനകത്ത് ഭാര്യയും ഭർത്താവുമായ ആദാമും ഹവ്വയും അല്പം മാറിയിരുന്നപ്പോഴാണ് പിശാച് അവിടെ വന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ്, നിങ്ങൾ തിരുവത്താഴം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊക്കെ പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ അകത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പൗലോസും പത്രോസും തമ്മിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു കൗൺസിൽ കൂടി 15-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് ഒരു കൗൺസിൽ കൂടിയിട്ട് ഈ പുതിയ നിയമ വിശ്വാസികളായ ജാതികളായ ആൾക്കാർ ഈ ക്രിസ്തുവിനെ അന്വേഷിച്ച് രക്ഷിക്കപ്പെട്ട് യഹൂദന്മാരുടെ ഇടയിൽ വന്നപ്പോൾ അവരോട് ഞാൻ എന്ത് പറയണം, എങ്ങനെയാണ് അവരെ ഇതിൽ ചേർക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ തലമുട്ടയടിക്കണം, തലമുണ്ടനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ പരിച്ഛേദന കഴിക്കണമെന്ന് പറഞ്ഞു. പത്രോസും അതിൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, പുതുതായിട്ട് വരുന്ന രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ പരിച്ഛേദന കഴിക്കണം. അപ്പോഴാണ് പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ ഏത് വിധത്തിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ വീണ്ടും അടിമനുഖത്തിലാകാൻ പോവുകയാണോ ഈ ജനത്തെ എന്ന ഈ ഗലാത്യരുടെ ലേഖനം എഴുതാൻ കാരണം അതാണ്. രക്ഷിക്കപ്പെട്ടു വന്ന ജാതികൾ നേർച്ചകൾ, കാഴ്ചകൾ, തലമുണ്ടനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവർ പരിച്ഛേദന കഴിക്കണമെന്ന് ഒരു കൂട്ടം പേര് വാദിച്ചപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ റോമ സാമ്രാജ്യത്തിലെ റോമ പൗരത്വമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരിച്ഛേദന ചെയ്തവൻ, ഞാൻ ന്യായപ്രമാണം എല്ലാം അരച്ചു കലക്കി കുടിച്ചവൻ, ഞാൻ ഗമാലിയലിന്റെ അടുക്കൽ നിന്നെല്ലാം പഠിച്ചവൻ. പക്ഷേ എൻ്റെ ഈ പഠനങ്ങളോ ന്യായപ്രമാണോ എല്ലാം എന്നെ രക്ഷിച്ചത്. എന്നെ രക്ഷിച്ചത് യേശുക്രിസ്തുവിന്റെ കൃപയാലത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി അടിമനുഖത്തിലാകി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കിയത് കൊണ്ട് വരുന്ന ജാതികളോട് എനിക്കൊന്നു മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, അവർ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവർത്തികളാലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ അടിമനുഖത്തിലാക്കുന്നത് നമ്മളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന പാഷന്മാർ തന്നെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് എങ്ങനെയെങ്കിലും സഭയ്ക്കകത്ത് കയറി വന്ന്
ആൾക്കാരിയ്ക്കുമ്പോൾ അവരെ ഓരോ നിയമങ്ങൾ അങ്ങോട്ട് പറയുക. നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഇരിക്കണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം. ഇന്ന് പ്രസംഗം യേശുവിനെ കുറിച്ചല്ല, രക്ഷിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് പകരം നമ്മുടെ പ്രസംഗങ്ങൾ ലെഗിൻസിനെ കുറിച്ചും, നമ്മുടെ പ്രസംഗങ്ങൾ മീശയെക്കുറിച്ചും, നമ്മുടെ പ്രസംഗങ്ങൾ ജീൻസിനെ കുറിച്ചും, നമ്മുടെ പ്രസംഗങ്ങൾ തലമുടി നീട്ടി വളർത്തുന്നതിനെ കുറിച്ചും, ഹല്ലേലൂയ, അതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ, പ്രൈസ്. പലർക്കും തിരുവത്താഴം കൊടുക്കുന്നില്ല. പലയിടങ്ങളിലും ഒരു ചെറിയൊരു താലിമാലയുടെ ഒരു മാലയുടെ കാര്യം പറഞ്ഞ് തിരുവത്താഴം നിഷേധിക്കുന്നു, സ്നാനം നിഷേധിക്കുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്നാനം വേണമെന്ന് പറഞ്ഞാൽ അവനെ 6 മാസം പഠിപ്പിച്ചിട്ട് റെഡിയാക്കാം, നീ ഒന്നും കൂടെ ശരിയാവാനുണ്ടെന്ന് നമ്മളങ്ങ് പറയുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ മാനുഷിക നിയമങ്ങൾ അനേകരെ രക്ഷയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിനകത്ത് 4-5 ലക്ഷത്തിൽ കൂടുതൽ സത്യാരാധനികളില്ല. കാരണം എന്താണ് അതിന് കാരണം? ഈ സഭകൾക്കകത്ത് വന്ന ജനങ്ങളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി വന്ന ജനങ്ങളെല്ലാം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പെന്തക്കോസുകാരെന്ന് പറയുമ്പോഴേ ജനം ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. കാരണം ഇത് വേറെ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെയാണ് നമ്മുടെ പെരുമാറ്റം. സ്നേഹമില്ല, അയൽവാസികളോട് സ്നേഹമില്ല, അവര് ഇണയില്ല പിണ കൂടരെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറയും മരിച്ച വീട്ടിൽ പോകരുത്, ബന്ധുക്കളെ വീട്ടിൽ പോകരുത്, നാട്ടുകാരോട് കൂട്ടുകൂടരുത്, അയൽവാസിയോട് മിണ്ടരുത്, കൂട്ടുകാരെ വീട്ടിൽ വരരുത്, കൂട്ടുകാരോട് സംസാരിക്കരുത്, അവരോട് ഇവരോട് മിണ്ടരുത്. നമ്മൾ 100 ന്യായം പറയുകയാണ്. നമ്മൾ അന്യഗ്രഹ ജീവികളാക്കുകയാണ്. അടിമത്ത നുഖത്തിനകത്ത് ഹല്ലേലൂയ സത്യാരാധനയിൽ യേശു ക്രിസ്തു 3 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു ക്രിസ്തു നേരെ ചെന്ന് കയറിയത് പാപികളുടെ ഭവനത്തിനകത്ത്. പ്രൈസ് ലോർഡ്. പരീശന്മാരുടെ ഭവനത്തിനകത്ത്, സദൂക്യന്മാരുടെ ഇതിനകത്ത്, ചുങ്കക്കാരുടെ നടുവില്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കുഷ്ഠരോഗം പിടിച്ചവനെ മാറ്റി നിർത്തി. പക്ഷെ കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയുടെ ഭവനത്തിലാ കർത്താവ് കയറി ചെന്ന് അത്താഴം കഴിച്ചത്. ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടപ്പോൾ കർത്താവ് അശുദ്ധനായില്ല, ആ സ്ത്രീ ശുദ്ധയായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്ന കർത്താവ്, സ്വാതന്ത്ര്യം കൊടുത്ത കർത്താവ്, സ്വസ്ഥത കൊടുത്ത കർത്താവ്, റെസ്റ്റ് കൊടുത്ത കർത്താവ്, കർമ്മങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ഇടയിൽ അടിമത്ത നുഖത്തിൽ കിടന്ന് ആചാര അനുഷ്ഠാനങ്ങൾ പറഞ്ഞ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയ ആ ഒരു മതിൽക്കെട്ടുകളെ ഇടിച്ചു കളഞ്ഞ, ആ ചുവരുകളെ ഇടിച്ചു കളഞ്ഞിട്ട് ലോകത്തിലുള്ള സകല മാനവരാശിയെയും, എല്ലാ ഗോത്രങ്ങളെയും, എല്ലാ ഭാഷക്കാരെയും, എല്ലാ ദേശക്കാരെയും, എല്ലാ വർഗക്കാരെയും, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ലാതെ, മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ ഇല്ലാതെ ഒരൊറ്റ കുടക്കീടിനകത്ത് ഈ ലോകത്തുള്ള സകല മാനവരാശിക്കും വേണ്ടിയാണ് യേശു രക്ഷിതാവായി വന്നതെന്ന് പ്രസംഗിക്കുന്നവർ തന്നെ മനുഷ്യനെ ജാതിയുടെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ മുളക്കുഴ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, കറുത്ത വർഗ്ഗക്കാര്, അല്ലെങ്കിൽ ജാതി കുറഞ്ഞവർക്ക് ഒരു പാസ്റ്റർ, ജാതി കൂടിയവർക്ക് ഒരു പാസ്റ്റർ, ജാതി കുറഞ്ഞവർക്ക് ഒരു ചർച്ച്, ജാതി കൂടിയവർക്ക് ഒരു ചർച്ച്, പല വിഭാഗത്തിലും ഇന്ന് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് പ്രസംഗിക്കുകയും തിരുവത്താഴം കൊടുക്കുകയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന അതിന്റെ നടുവിലും ഇന്നും ഈ അതിക്രമങ്ങളില്ലേ, ഇന്നും ഈ അടിമത്ത നുഖമില്ലേ, ഇന്നും ജനങ്ങളെ അടിമകളാക്കിയിട്ടിരിക്കുന്നില്ലേ, ഇന്നും ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും, ഇന്നും വർഗീയതയുടെ പേരിലും ആ ചുവന്നവനെന്നും വെളുത്തവനെന്നും കറുത്തവനെന്നും വേർതിരിവുന്നില്ലേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നത്? ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ സ്വന്തം ജാതിയിൽപ്പെട്ടവരെ അല്ലാതെ ആരെങ്കിലും വിവാഹം കഴിപ്പിക്കോ? പ്രൈസ് ലോർഡ്. രക്ഷിക്കപ്പെട്ടോ ഭയങ്കര ശുശ്രൂഷകരായിരിക്കാം, പക്ഷെ പറയുന്ന ജാതി സ്പിരിറ്റ് ഉള്ളവർ, ജാതി സ്പിരിറ്റ് ഇന്നും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനം പറയുന്നവർക്കല്ലേ ജാതി ഉള്ളത്? ജാതി പറയുന്നത് ആരാണ്? ജാതി മതമില്ല, സകല മാനവരാശിയും രക്ഷിക്കാൻ വന്ന യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുന്നവര് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ജാതി സ്പിരിറ്റ് കാണിക്കുന്നവരല്ലേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ അകത്ത് എവിടെയാണ് വിടുതൽ? എവിടെയാണ് സ്വാതന്ത്ര്യം? ഏത് അടിമത്ത നുഖത്ത്? ഇപ്പോഴും നമ്മൾ അടിമ നുഖത്തിലല്ലേ കിടക്കുന്നത്? ഈ അടിമ നുഖത്തിനകത്ത് കിടന്നുകൊണ്ടാണ് നമ്മൾ അനേകരോട് സുവിശേഷം പറയുന്നത്. ആ സുവിശേഷത്തിനകത്ത് അപ്പൊ കള്ളമല്ലേ ഉള്ളത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് ഈ സ്വാതന്ത്ര്യ ദിനത്തിനകത്ത് നമ്മൾ ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല പ്രസംഗിക്കപ്പെടേണ്ടത്, അറിയേണ്ടത്. പ്രൈസ് ലോർഡ്. നമ്മൾ കള്ളവും കപടവും പറഞ്ഞ് മനുഷ്യരെ അകത്ത് കർത്താവിന്റെ രക്ഷ, ഒരു മരിക്കാനിരിക്കുന്നവർക്ക് രക്ഷകനായ യേശുക്രിസ്തു കൊടുക്കുന്ന രക്ഷയുടെ സുവിശേഷ ദൂത് കൊടുക്കുന്നതിന് പകരം വന്നകത്ത് കയറുന്ന മനുഷ്യരെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഭാരങ്ങൾ അവരുടെ മുകളിൽ ചുമത്തിയിട്ട് അത് ആദ്യം നീ പിന്നെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവനോട് ആദ്യം പറയുന്നത് നീ
നീ സ്നാനപ്പെട്ടാൽ നിന്റെ രോഗസൗഖ്യമാകും. ബൈബിളിനകത്ത് എവിടെയാണ് യേശുക്രിസ്തു എന്തെങ്കിലും രോഗികളെ വന്നപ്പോൾ നീ സ്നാനപ്പെട്ടിട്ട് നിന്നെ സൗഖ്യമാക്കാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന രോഗികളോട് നീ നേർച്ചയും കാഴ്ചയും സ്തോത്രക്കാഴ്ചയും പിടിപ്പണം വാരിയാൽ സൗഖ്യമാക്കാന്ന് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ജാതിക സ്ത്രീകളോടും വ്യക്തികളോടും യേശുക്രിസ്തു ഇന്ന് വരെ പിന്നെ വേറൊരു ഉപാധിയില്ലാതെ, ഒരു ഉപാധി, ഒരു കണ്ടീഷനോ വെക്കാതെയാണ് യേശു കർത്താവ് രക്ഷ കൊടുത്തത്. സൗജന്യമായി യേശു കർത്താവ് സൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു, രക്ഷ കൊടുത്തു. പക്ഷേ ഇന്ന് സഭ ചെയ്യുന്നത് എന്താണ്? ഒരു വ്യക്തി പറഞ്ഞാൽ നീ വെള്ള സാരി ഉടുക്കണം, ഹല്ലേലൂയ, സ്തോത്രം, 3 ദിവസത്തെ വാസപ്രാർത്ഥന വെള്ളയിട്ടുകൊണ്ട് വരണം, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം. യേശുക്രിസ്തു പറയാത്ത ഉപദേശങ്ങളും ദുരുപദേശങ്ങളും കൾട്ടുകളും പറഞ്ഞ് ദൈവസഭകൾക്കകത്ത് വരുന്ന ജനങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ നിന്നും പുറകോട്ട് വലിച്ചെടുത്ത് വീണ്ടും അടിമ മുഖത്തിനകത്താക്കുന്നതല്ല സുവിശേഷം. സുവിശേഷത്തിന് ഒരു പുനരുദ്ധരണവും മാനവരാശിയെ ഒരു വലിയ യുഗം, ഇരുണ്ട യുഗത്തിൽ നിന്നും അനേക സാധാ വ്യക്തികൾ പോലും അടിമത്ത മുഖത്ത് കിടന്ന അയ്യങ്കാളിയെ പോലെയുള്ളവരാ, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവര്, മഹാത്മാഗാന്ധിയെ പോലെയുള്ളവര്, നവോത്ഥാന നായകന്മാരായ അനേകര്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ നവോത്ഥാന നായകന്മാരായി അടിമത്ത മുഖത്തിൽ കിടന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ അവരൊക്കെ ഇന്ന് കേരളത്തിലും പല സ്റ്റേറ്റുകളിലും വലിയ വീരപുരുഷന്മാരായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ സകല മാനവരാശിക്കും ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുവാൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശുക്രിസ്തുവാണ് കറുത്തവർഗ്ഗക്കാരനും വെളുത്തവർഗ്ഗക്കാരനും ഈ ലോകത്തെ ചുവന്നവനും വെളുത്തവനും കറുത്തവനും സകല വർഗത്തിലുള്ള സകല മാനവരാശിക്കും വേണ്ടി ഒരുവൻ മാത്രമേ തൻ്റെ ശരീരം യാഗമായി ക്രൂശിൽ സമർപ്പിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ വചനം പറയുന്നത് ഒറ്റ കാര്യം മാത്രം: നീ പുതുതായി ജനിക്കണമെങ്കിൽ, നീ പുത്രനാകണമെങ്കിൽ, എൻ്റെ അവകാശിയായി തീരണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് എന്നെ ഏറ്റുപറയുമ്പോൾ നീ എൻ്റെ മകനായി മാറും, നീ എൻ്റെ മകളായി മാറും, നീ എൻ്റെ അവകാശിയായി മാറും. സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ഞാൻ നിന്നെ നിറയ്ക്കും, നീ പുതിയ സൃഷ്ടിയായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അപ്പം തിന്നുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് ജീവൻ അകത്ത് വരും, നീ സമൃദ്ധിയായ ജീവൻ, നീ നിത്യജീവന്റെ അവകാശിയായി മാറും. എന്താണ് നിത്യജീവനിൽ പ്രവേശിക്കാനുള്ള വഴി? പിതാവായ ദൈവം അയച്ചിട്ട് വന്ന പുത്രനായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വചനം പറയുന്ന ഒരു വചനത്തിനകത്ത് ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീ കൂട്ടുകാനോ കുറയ്ക്കാനോ പാടില്ല. ഒരു ദൂതൻ ഇറങ്ങി വന്നാലും, ഞാൻ പറയുന്ന ഈ സുവിശേഷത്തിനേക്കാൾ അധികമായി ഒരു ദൂതൻ ഇറങ്ങി വന്നാലും അവൻ ശപിക്കപ്പെട്ടവന് പൗലോസ് വചനത്തിൽ പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ കോടിക്കണക്കിന് രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ ഇടയിൽ സുവിശേഷം പറയുന്നതിന് പകരം അവരെ വീണ്ടും അടിമനുഖത്തിൽ കൾട്ടുകൾ, ദുരുപദേശങ്ങൾ പറഞ്ഞ് ഒരു മനുഷ്യനെ കൊണ്ട് അവനെ എടുക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഭാരങ്ങളെ ചുമത്തിക്കൊണ്ട് ഇതൊരു സംഘടനകളാക്കി, മതമാക്കി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടും ഹല്ലേലൂയ മതത്തിന്റെ ഭാഗമാക്കാക്കുന്ന ഒരു ഒന്നല്ല സുവിശേഷം ഒരു നവോത്ഥാനമാണ്. സുവിശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. വീണ് കിടക്കുന്നവർ, തകർന്നു കിടക്കുന്നവർ, ശപിക്കപ്പെട്ട് കിടക്കുന്നവർ, ലോകത്തിലുള്ള സകല മനുഷ്യരും കൈവിട്ട സകല വഴികളും അടഞ്ഞവർക്ക് വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയെന്ന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തെ അറിയുന്നതാണ് വിടുതൽ, ആ നാമത്തെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് വചനം പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കിയത് കൊണ്ട് ഇനിയും നിങ്ങൾ അടിമ നുഖത്തിനായി പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമുക്കൊരു വലിയ മോചനം, വലിയൊരു മനസ്സ്, ഹൃദയത്തിനകത്ത് കിടക്കുന്ന ആ അടിമത്ത നുഖങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, അനാവശ്യമായ ദുരുപദേശങ്ങളിൽ നിന്നും, അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന്, ഞാൻ അത് ചെയ്തില്ല, എന്നെ ദൈവം എന്നോട് ക്ഷമിക്കില്ലേ, ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചില്ല, കർത്താവ് എന്നെ തട്ടിക്കളയോ എന്നുള്ള ചിന്ത. പ്രൈസ് ദൈവസന്നിധിയിൽ നിന്ന് അല്പം ഞാൻ അങ്ങ് വീണുപോയി, എന്നെ ഉടനെ ലോറി കയറ്റി കൊന്നുകളയുന്ന ദൈവമാണ് അല്ല. ഐസി കടത്തി മാനസാന്തരപ്പെടുത്തുന്ന ദൈവമാണ് അല്ല. പ്രൈസ് ലോർഡ്. ഭയപ്പെടുത്തുന്ന ദൈവമല്ല, ഭയപ്പെട്ട് കിടക്കുന്നതിനെ വിടുവിക്കുന്നവനാണ് എൻ്റെ ദൈവം. ദൈവം രക്ഷകനാണ്. ദൈവം പലരുടെയും പ്രസംഗപ്രകാരം ദൈവം കൊട്ടേഷൻ ടീമിൽ അംഗമാണെന്ന് നമ്മൾ വിചാരിക്കും. കാരണം വന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദൈവം വന്ന് അടിച്ചും കൊന്നുകളയുന്ന ശാപം. പ്രൈസിലോ അതല്ല, കർത്താവ് രക്ഷകനാണ്. എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന ദൈവം, ഈ ലോകത്തിലെ സകല മനുഷ്യരും ഞെട്ടിപ്പോയ ദൈവത്തിൻ്റെ സ്നേഹം, ഈ ലോകത്ത് ഒരു അവതാരവും ഒരു മനുഷ്യനും ഒരു പ്രവാചകന്മാരും ചെയ്യാത്തൊരു പ്രവൃത്തി, തൻ്റെ സ്വന്തം ശരീരത്തെ കാൽവരി ക്രൂശിൽ മരത്തിന്മേൽ തൂങ്ങപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത
ഒന്ന് കുറേ 39 അടിയേറ്റ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ പരിപൂർണമായി ദണ്ഡനത്തിലേൽപ്പിച്ച് ഉഴവ് ചാല് പോലെ തൻ്റെ ശരീരം കീറി മുറിച്ച് തൻ്റെ തലയിൽ അടിച്ച് അകത്ത് കയറ്റിയ ആ മുൾമുടി മുഖാന്തരം ഒരു കണ്ണ് അടർന്ന് തൂങ്ങിയെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിക്രൂരമായ എത്രയോ മണിക്കൂറുകൾ ക്രൂശിൽ കടന്ന് താൻ ഹല്ലേലൂയ അനുഭവിച്ച യാതനകൾ അത് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്, ക്രൂശിൻ്റെ സ്നേഹം വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് നമുക്ക് സത്യ സുവിശേഷം പ്രസംഗിക്കാം. വരുന്ന ജനങ്ങളെ ഇവിടെ പറയാം, യേശു എന്ന രക്ഷകനെ കുറിച്ച് നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ സമുദായങ്ങളിൽ നിന്നും, എല്ലാ ജാതികളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും യേശുവിനെ അറിഞ്ഞ് ജനം ഓടി വരട്ടെ. ആ യേശുവിൻ്റെ സ്നേഹം ജനം അറിയട്ടെ. അതിനുവേണ്ടി നാടുകളിൽ സുവിശേഷ വേലക്കാരെ, ശുശ്രൂഷകന്മാരെ, അഭിഷിക്തരെ, ദൈവവിശ്വാസികളെ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി നമുക്ക് മാറാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ ഒഴുകട്ടെ, നമ്മളൊരു മാതൃകയായി മാറട്ടെ. അടിമ നുഖത്തിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് ദൈവം നമ്മെയും നമ്മുടെ സഭയെയും വിളിച്ചിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി ഈ ജനം തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ, പൈശാചികമായ മണ്ഡലങ്ങൾക്കകത്ത് അടിമത്ത നുഖത്തിൽ കിടക്കുന്ന ജനങ്ങൾ, പാരമ്പര്യങ്ങൾക്കകത്ത് കിടക്കുന്ന ജനങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്ക് അടിമയായി കിടക്കുന്ന ജനങ്ങൾ, നിധി കിട്ടുന്നതിന് വേണ്ടി സ്വന്തം മക്കളെ ബലി കൊടുക്കുന്ന ഒരു സമൂഹത്തിനാണ് കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നത്. സ്വന്തം മക്കളെ നിധി കിട്ടുന്നതിന് വേണ്ടി കൊലയ്ക്ക് കൊടുക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ പണത്തിന് വേണ്ടിയും പ്രതാപങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്വന്തം രക്തബന്ധങ്ങളെ പോലും മറന്നു കളയുന്ന നികൃഷ്ടമായ മാനുഷിക അന്ധവിശ്വാസികളുടെ നടുവിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് സോക്രട്ടീസ് പറഞ്ഞതുപോലെ ലോകത്തിൽ മതത്തെ വെച്ച് രാഷ്ട്രീയക്കാർ സ്വാധീനം ചെലുത്തി പരസ്പരം വർഗീയ വിദ്വേഷമുണ്ടാക്കി പരസ്പരം മനുഷ്യനെ തമ്മിൽ വേർതിരിപ്പിച്ച് പരസ്പരം കണ്ടാൽ കൊല്ലുന്ന നിലവാരത്തിലാക്കി തീർക്കുന്ന വർഗീയ ശക്തികൾ പ്രൈസ് ദി ലോർഡ് നടമാടുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു വ്യത്യസ്തമായ സ്നേഹത്തിലൂടെ, സത്യ സുവിശേഷത്തിലൂടെ, സമാധാന മാർഗത്തിലൂടെ ഒരു വശത്തടിച്ചാൽ മറുവശം കാണിച്ചു കൊടുക്കണമെന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ ഇനിയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത പ്രൈസ് ദി ലോർഡ് ഒരേ ഒരു കർത്താവ് അവതാരം, ഒരേ ഒരു രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അന്ധവിശ്വാസങ്ങൾ അഴിയട്ടെ. തിന്നരുത്, കുടിക്കരുത്, തുടരുത്, രുചിക്കരുത്, പിടിക്കരുത് പറയുന്ന എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുരുപദേശങ്ങളെയും അഴിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലോട്ട് ഓടി വരുന്ന ജനത്തിനെ അനാവശ്യമായ ഭാരങ്ങൾ ചുമത്തി അനാവശ്യ അന്ധവിശ്വാസങ്ങളെ പകർന്ന് ജനത്തെ തകർത്ത് കളയാതെ, ഭയപ്പെടുത്താതെ ഒരു വലിയ ആത്മീക സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ നാമത്തിൽ അടിമ നുഖത്തിൽ നിന്ന് പുറത്തു വന്ന് പുത്രത്വത്തിന്റെ അധികാരത്തിന് അവകാശത്തിനും വരുന്ന നാടുകളിൽ ഈ ജനം ഫ്രീ ആയിട്ട് ആത്മനിറവില് സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, പ്രത്യാശയോടെ കർത്താവിനെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടം ജനം ഈ നാടുകൾ ഉയർത്തെഴുന്നേൽപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇനി അടിമനുഖത്തിലായി ദാസന്മാരും ദാസിമാരെ പോലെ ആകാതെ, ഭയപ്പെട്ട് ജീവിക്കാതെ, നാളുകളും ദിവസങ്ങളും ആണ്ടുകളെയും കാലങ്ങളെയും പ്രമാണിച്ച് ജീവിക്കാതെ, കർത്താവ് യേശു ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കിയെന്ന വെളിപ്പാടിനകത്ത് കയറി ഹല്ലേലൂയ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ അടക്കി വാഴുവാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ആ പൂർണ്ണ അധികാരത്തോടെ, അവകാശത്തോടെ നടപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, രോഗത്തെക്കുറിച്ചുള്ള ഭാരം, ഭയം, അടിമത്ത നുഖങ്ങൾ എല്ലാം വിട്ടു മാറട്ടെ. എല്ലാ രോഗത്തെക്കുറിച്ച്, കൊറോണ എന്ന പേര് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഭയം മാറിപ്പോകട്ടെ. സകല നാമത്തിന് മേലായ നാമം, ആ നാമമാണ് സകല നാമത്തിനും വലിയ നാമം എന്ന് പറയുന്നത്, യേശുവിൻ്റെ നാമം. ആ നാമം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്, ആ നാമം ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു രോഗത്തിൻ്റെ പേര് കേട്ട് ഭയപ്പെടരുത്. മരണത്തെ ഭയപ്പെടാത്ത, രോഗത്തെ ഭയപ്പെടാത്ത, നാളെക്കുറിച്ച് ചിന്തിക്കാത്ത കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന ഒരു ധൈര്യത്തിൽ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവ സ്നേഹത്തിൽ ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ ജനത്തെ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ജനം നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ. ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ കേട്ടതായ ദൈവിക ദൂതിനോടും ഇത് അതാത് സ്ഥലങ്ങളിൽ കേട്ടുകൊണ്ട ഓരോ വ്യക്തികളോടും സകല വിശുദ്ധന്മാരോടും കാലാവസാനത്തോളം ഉണ്ടാക്കപ്പെടുമാറാകട്ടെ.